ഞായറാഴ്ചയാണ്, ഇന്നലെ ശനിയാഴ്ചയാണ് യുദ്ധം നടക്കുന്നത്. ആയിരക്കണക്കിന് സഹാബികളെയും കൂട്ടി ജുമാ നമസ്കാരം കഴിഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ യുദ്ധത്തിന് പുറപ്പെടാണ്. ആയിരക്കണക്കിന് ഭടന്മാരുണ്ട്. പകുതി വഹിക്കുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ എന്ന് പറയുന്ന കപട വിശ്വാസിയിൽപ്പെട്ട 300ഓളം ആളുകൾ തിരിച്ചുപോയി. ആ തിരിച്ചു പോകാനൊരു കാരണമുണ്ട്. അള്ളാഹു പറയാൻ സമയമുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബാക്കി 700 പേരാണ്. ആ 700 പേരും കൊണ്ട് അള്ളാഹു റസൂൽ നേരെ ചെന്നെത്തുന്നത് നിങ്ങളെ ഇടത് ഭാഗത്ത് കാണുന്ന 2 ചെറിയ കുബ്ബയുള്ള മസ്ജിദ് ശൈഖൈനി എന്ന് പറയുന്ന ഈ പള്ളിയുടെ ഭാഗത്താണ്. ഇവിടെ എത്തിപ്പെട്ട അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തു? ഇവിടുന്ന് അസറും മഗ്രിബും ഇശാവും ഇവിടെ വെച്ച് നിസ്കരിക്കുകയാണ്. ഇവിടെ നിന്നാണ് അള്ളാഹുവിന്റെ റസൂൽ യുദ്ധത്തിന് തയ്യാറാവുന്നത്. ഇവിടെ നിന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പടയങ്കി ധരിക്കുന്നത്. ഇവിടെ നിന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പടയങ്കി ധരിച്ചത്. അതുകൊണ്ട് ഈ പള്ളിക്ക് മസ്ജിദ് ദർ പടയങ്കി പള്ളി എന്നും പേരുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ നോക്കുമ്പോൾ ഒരുപാട് കുട്ടികളുണ്ട് വന്നിട്ട്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കുട്ടികൾക്ക് യുദ്ധം നിർബന്ധമല്ലാന്നു. അങ്ങനെ കുട്ടികളെ തിരിച്ചു പറഞ്ഞയച്ചു. അതിന്റെ ഇടയിലാണ് മഹാനായ റാഫി റളിയല്ലാഹു അൻഹു മഹാനായ സമ്രത്ത് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് പറഞ്ഞത്, നബിയേ ഞങ്ങളും ശക്തരാണ് നബിയേ, ഞങ്ങളും മല്ലരാണ് നബിയേ, ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് യാ റസൂലല്ലാഹ്. സമ്മതം ചോദിക്കാൻ വേണ്ടി വന്നു. റാഫിള്ളാന്റെ കൈ പിടിച്ചു, നബിയെ എന്റെ മകൻ യുദ്ധത്തിന് വരുന്നവരും യുദ്ധത്തിന് പോയ തല ഉണ്ടാവില്ല, കൈ ഉണ്ടാവില്ല, ജീവൻ ഉണ്ടാവില്ല, പക്ഷെ അവർ കൊന്നുണ്ട്, അവരുടെ കൽബിൽ ഹബീബുണ്ട്, അവർക്ക് സ്വർഗം മതിയാവുന്നതാ. നമ്മള് പള്ളിയിൽ ജനപടി ഉണ്ടാവില്ല, പോട്ടേന്ന് പരന്ന് ചോദിച്ചു നോക്കിയാ ഇജ്ജ് പോയിക്കോ, ഒന്നും പറയാൻ നിൽക്കണ്ട, ഹസനാജിന്റെ പ്രസിഡന്റ് ഈ ഒന്നും ഉണ്ടോ എന്ന് പറയും. ഉണ്ടോ? അതാണ് ഈ റാഫിമാർക്കൊക്കെ എത്ര ധൈര്യമില്ല. അവിടെ ചങ്കൂറ്റമില്ല. ഇത് അടുത്ത ഭാഗത്ത് കണ്ടെങ്കിൽ ഈ പള്ളി ഉണ്ടോ? ഈ പള്ളിയുടെ പേരാണ് മസ്ജിദുൽ മുസ്തറാഹ് എന്ന് പറയും. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഇവിടെ നിന്ന് വിശ്രമിച്ചിട്ടാണ് മസ്ജിദ് നബവിയിലേക്ക് പോയത്. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ റസൂലിന്റെ പല്ല് ഷഹീദായിരുന്നു. 70ഓളം വരുന്ന സഹാബത്ത് ഷഹീദായിരുന്നു. അതിൽ ഏറ്റവും വേദന ഉണ്ടാക്കിയത് അള്ളാഹുവിന്റെ റസൂലിന്റെ എളാപ്പയായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്താണ്. ആരാണ് ഹംസ റളിയല്ലാഹു അൻഹു? ആ പേരിങ്ങനെ കേൾക്കുമ്പോ നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഓടി വരുന്നൊരു പാട്ടുണ്ട്. മമ്മൂറ്റ ഹംസ കാവൽ വെച്ചുള്ള സംബരമിൽ വന്ന് ചേരടാ, നബിയാകിടട്ടിന്ന് വെളിയമുണ്ടെങ്കിൽ കോരടാ. ശാന്തായിരുന്നു.